നമസ്കാരം. നാഷണൽ NGOs കോൺഫെഡറേഷൻ, പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ, സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സീഡ് സൊസൈറ്റികൾ, കേരളം കണ്ട ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പല പേരുകളിട്ട് നടന്ന തട്ടിപ്പ്. സ്കൂട്ടറിനും ലാപ്ടോപ്പിനും തുന്നൽ മെഷീനുമൊക്കെ പാതി പണം കൊടുത്താൽ മതി, ബാക്കി പണം CSR ഫണ്ട് വഴി എന്ന അനന്തു കൃഷ്ണന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച പതിനായിരങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടിപ്പിനിരയായത്. ശതകോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. മോദിയും പിണറായിയും മന്ത്രിമാരും MP-മാരും MLA-മാരും ഒക്കെയായുള്ള ചിത്രങ്ങളിലും അനന്തു കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നു. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതിയായി. BJP നേതാവ് AN രാധാകൃഷ്ണൻ പണം വാങ്ങിയവർക്ക് ചെക്ക് നൽകി തടിയൂരാൻ നോക്കുന്നു. സായിഗ്രാം ചെയർമാൻ KN ആനന്ദകുമാറിനുമുണ്ട് ഇതിൽ വെറും കൈയല്ല, കടും കൈ. എല്ലാവരും പക്ഷെ മത്സരിച്ച് കൈ കഴുകാൻ നോക്കുകയാണ്. അനന്തുകൃഷ്ണൻ അകത്തായി. അനന്തുകൃഷ്ണനിൽ മാത്രം എല്ലാം അവസാനിക്കുമോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. തട്ടിപ്പിൽ ആരെല്ലാം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും VK സനോജ്, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, അല്പസമയത്തിനകം അനന്തുവിന്റെ അഭിഭാഷക ലാലി വിൻസെന്റും ഈ ചർച്ചയുടെ ഭാഗമാകും. മാധ്യമപ്രവർത്തകൻ A സജീവൻ, തട്ടിപ്പിന് ഇരയായ ജമാൽ എന്നിവരും സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ ജിൻഡോ ജോൺ. ഇവിടെ ലാലി വിൻസെന്റ് 7ാം പ്രതി. അവർ പറയുന്നുണ്ട് അവർ ലീഗൽ അഡ്വൈസർ ആണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും അവർ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസിനെ അല്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ AN രാധാകൃഷ്ണൻ സൈൻ എന്ന് പറയുന്ന NGO-യുടെ നേതാവ് എന്ന നിലയിൽ മാത്രം കാണേണ്ടി വരും. അങ്ങനെ കാണാൻ ജിൻഡോ തയ്യാറാണോ? അല്ല വേണു, ഇതിലൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാനാണ്. ലാലി വിൽസന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നു. അത് അവർ ഈ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിരുന്നവർ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടല്ല ലാലി വിൽസന്റെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ അവരെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് കാണാൻ സാധിക്കുകയുമില്ല. അത് അംഗീകരിക്കുന്ന ഒരു വാദം എന്ന നിലയിൽ. പക്ഷെ അപ്പോഴും അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം അവിടെയുണ്ട്. ജിൻഡോ, ലാലി വിൻസെന്റ് എന്ന് പറയുന്നയാൾ മുൻപ് KPCC-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോഴും അവരെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസിന്റെ കൊച്ചിയിലെ അങ്ങ് പ്രവർത്തിക്കുന്ന അതേ ജില്ലയിലെ ബഹുമാന്യായ ഒരു മുഖമാണ്. ഇപ്പോൾ ഈ പറയുന്ന അനന്തു കൃഷ്ണൻ ഇതെല്ലാം ഒരുക്കി കൊടുത്ത ആനന്ദകുമാർ ഉണ്ടല്ലോ, ആനന്ദകുമാറും ഇന്ന് പറയുകയുണ്ടായി ലാലി വന്ന് കണ്ട് സംസാരിച്ചതിന്റെ ഭാഗമായാണ് ഈ അനന്തു കൃഷ്ണനെയും വിശ്വാസത്തിലെടുക്കുന്നത് എന്ന്. അപ്പോൾ ലാലി എന്ന് പറയുന്ന അഭിഭാഷക എന്ന നിലയിൽ പ്രശസ്തയായ വ്യക്തി എന്ന നിലയിലല്ലല്ലോ സ്വീകാര്യാണ് എന്ന് ഈ അനന്തകുമാർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ലാലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ലാലി കോൺഗ്രസ്സുകാരിയായിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അല്ല വേണു, ഇതിൽ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യേകിച്ച് ചോദ്യമൊന്നും നിലനിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ലാലി വിൽസന്റ് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അവരിപ്പോഴും കോൺഗ്രസിൻ്റെ അംഗമാണ്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ ബഹുമാനിയായിട്ടുള്ളൊരു വനിതാ നേതാവ് കൂടി തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. നിലവിൽ അവരുടെ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനപ്പുറത്ത് അതിനെക്കുറിച്ചിട്ട് വേറെ വിശദീകരണങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല, വിവരങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. അതിനപ്പുറത്ത് അവർക്ക് ഈ തട്ടിപ്പിൽ ഏതെങ്കിലും നേരിട്ട് ബന്ധമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കോൺഗ്രസിൻ്റെതായ രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം അക്കാര്യത്തിൽ എടുക്കും. അതിനപ്പുറത്ത് ഈ തട്ടിപ്പുമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേറെ ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടാകുകയോ ഈ തട്ടിപ്പുകാരെ എൻഡോഴ്സ് ചെയ്യുകയോ അവരെ പിന്തുണയ്ക്കേണ്ട ചുമതലകൾ ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ പോയിന്റ്. ഇതിൽ AN രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ BJP നേതാവ് പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് അനന്തകുമാർ ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർ പറയുന്നത്, ലാലി വിൻസെന്റ് പറയുന്ന അനന്തകുമാറും ഇവരും മകനെ പോലെയായിരുന്നു, അനന്ത് കൃഷ്ണൻ മകനെ പോലെയായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടൊന്നും പറയാൻ കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ല. കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിരുന്ന് കോൺഗ്രസ് എന്നുള്ള പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അവർ ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കാം എന്നുള്ളതിനപ്പുറം അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് അവർ ഈ കമ്പനിക്ക് ലീഗൽ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വവും അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഉത്തരവാദിത്വവും മാത്രമായി കാണാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെ അല്ലാത്തവരുടെ ഇടപെടലുകളുമുണ്ട്. എന്തായാലും ഇപ്പോൾ ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വവും ജിൻഡോയ്ക്കില്ല. ജിൻഡോയുടെ ആ വാദത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരും. അത് എൻ രാധാകൃഷ്ണനെ പറ്റി മാത്രം ബന്ധപ്പെടുത്തിയല്ല ഉയരാൻ പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മറുപടി പറയാൻ നിർബന്ധിതമാവുകയും ചെയ്യും. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ വി കെ സനോജ്, ഇവിടെ ലാലിയും പറയുകയാണ് അവർ കോൺഗ്രസ് എന്ന നിലയിലല്ല ഈ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടുള്ളത് എന്ന്. ഇപ്പോൾ നാളെ എൻ രാധാകൃഷ്ണൻ പറയുകയാണ് ഞാൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലല്ല ഈ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയ പ്രതിരോധമാണ് ഇവർ തീർക്കുന്നത്? ഇപ്പം എൻ രാധാകൃഷ്ണൻ ആയിക്കഴിഞ്ഞാലും ലാലി വിൻസെന്റ് ആയിക്കഴിഞ്ഞാലും മാത്യു കുഴൽനാടൻ ആയിക്കഴിഞ്ഞാലും ഇവർക്കെല്ലാം സമൂഹത്തിൽ ജനങ്ങൾക്കിടയിലുള്ള അഡ്രസ്സ് എന്താണ്? കേവലം ഒരു വക്കീൽ എന്ന അഡ്രസ്സ് ആണോ? ഒരിക്കലുമല്ല. അവർക്ക് ഉള്ള പ്രധാനപ്പെട്ട ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടി, അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭരണത്തിലിരുന്ന പാർട്ടി അല്ലെങ്കിൽ MLA ഉള്ള ആൾ, MLA സ്ഥാനമൊക്കെയുള്ള ആൾ എന്നതിലേക്കുള്ള വലിയ അംഗീകാരമാണ് അവർക്ക് ജനങ്ങൾക്കിടയിലുള്ളത്. അപ്പോൾ ആ അംഗീകാരത്തെയാണ് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെന്താ കേട്ടത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പിനെല്ലാം ഘട്ടത്തിൽ കേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം BJP, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആണല്ലോ. അപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇടപെട്ടിട്ടാണ് ഈ CSR ഫണ്ട് വ്യാപകമായിട്ട് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനോ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരോ ഒന്നിനും കൊള്ളില്ല. ഞങ്ങളുടെ ഭാഗമായി നിന്നാൽ ഇതാ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് പകുതി പൈസക്ക് സ്കൂട്ടർ. പിന്നെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞു ഇവിടെയുള്ള ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്കും ഞങ്ങളുടെ കേന്ദ്ര നേതാക്കന്മാർക്കെല്ലാം വലിയ വലിയ കമ്പനികളൊക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അദാനിയെ പോലെയുള്ള അംബാനിയെ പോലെയുള്ള വമ്പൻ കമ്പനികളുടെ CSR കിട്ടണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടി വിചാരിച്ചാലേ നടക്കൂ. അപ്പോൾ അതാണ് ഇവർ താഴെ വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ടുള്ള കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയാൽ ഒരുപാട് പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും പങ്കില്ല എന്ന് പറഞ്ഞ് മാറിയിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അവരുടെ പേരിൽ കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിക്കുണ്ട്. അപ്പോൾ അവർ KPCCയുടെ നേതാവായിട്ടും അല്ലെങ്കിൽ BJPയുടെ നേതാവായിട്ടും അവരുടെ സ്ഥാനാർത്ഥിയായിട്ടുമെല്ലാം അവരുടെ മുഖമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരാൾ ഇത്രമാത്രം ഗൗരവമായ ഒരു ആരോപണം നേരിടുന്ന ഘട്ടത്തിൽ അയ്യോ ഞങ്ങളൊന്നും ഇതിൻ്റെ ആളല്ല, അതൊക്കെ അവർ ഏതോ ഒരു വക്കീലാണ്, ആ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ് എന്ന് കൈയൊഴിയാൻ വേണ്ടി കഴിയോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കഴിയും എന്ന്. അങ്ങനെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ജനങ്ങൾക്കിടയിൽ നിന്ന് ശരി, അതിന് ജിൻഡോ ഒന്ന് മറുപടി പറയട്ടെ. ഞാൻ വരാം സനോജ്. ശ്രീ ജിൻഡോ. ശരി, ശ്രീ ജിൻഡോ. അല്ല വേണു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം മാത്യു കുഴൽനാടൻ്റെ കാര്യം പറഞ്ഞു, AN രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ BJP നേതാവിൻ്റെ പറഞ്ഞു, ലാലി വിൽസൺ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിൻ്റെ പറഞ്ഞു, മറ്റു പലരുടെയും പേര് പറഞ്ഞു. പ്രതിഭ ഹരിയുടെ പേര് നിങ്ങൾ കേട്ടിരുന്നു എവിടെയെങ്കിലും? ഇവരുടെ ഇതേ തട്ടിപ്പ് ചടങ്ങുകളിൽ പങ്കെടുത്ത ഒരു MLA ആണ് പ്രതിഭ ഹരി. കേരളത്തിലെമ്പാടുമുള്ള മിക്കവാറും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ രാഷ്ട്രീയ വ്യത്യാസം എന്നെ ഈ തട്ടിപ്പുകാർ അവരുടെ പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, അവരുടെ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിഭ ഹരിയുടെ പേര് എന്തുകൊണ്ടാണ് സനോജ് കേൾക്കാതെ പോയത്? ഞാൻ ലാലി വിൽസന്റെ പേര് പറഞ്ഞു, പക്ഷെ ഞാൻ പ്രതിഭാരിയുടെ പേര് പറയാതിരുന്നത് എൻ്റെ ഒരു മര്യാദയുടെ ഭാഗം. കാരണം ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്ന നേതാക്കന്മാരൊക്കെ തട്ടിപ്പിൽ പങ്കാളികളാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ലാലി വിൽസന്റെ അവരുടെ ലീഗൽ അഡ്വൈസർ ആയതുകൊണ്ട് അവർക്ക് കുറെ കൂടി ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറഞ്ഞു. പക്ഷെ പ്രതിഭ ഹരി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു, അത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കുമ്പോൾ മാത്യു കുഴൽനാടന്റെ പേര് നിങ്ങൾ വലിച്ചെടുത്തപ്പോൾ, മാത്യു കുഴൽനാടന്റെ പേര് ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രതിഭ ഹരിയുടെ കൂടി കാണണമായിരുന്നു. അതാണ് എന്റെ പോയിന്റ്. ഇനി രണ്ടാമത്തത്, കോൺഗ്രസ് നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ ഇവിടെ കണ്ണൂർ ഒരു കേസെടുത്തു, കേസിൽ 7ാം പ്രതിയായിട്ട് ലാലി വിൻസെന്റിന്റെ പേര് വന്നു എന്നുള്ളതിനപ്പുറം അവരൊരു ലീഗൽ അഡ്വൈസർ ആയിട്ടാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ളതെന്ന് അവർ പറയുന്നു. അതിനപ്പുറത്ത് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന്റെ മുമ്പിലുണ്ടോ? എങ്കിൽ എന്തുകൊണ്ടാണ് ലാലി വിൻസെന്റിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഈ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമ്പോൾ ഈ ലാലി വിൻസെന്റ് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ എത്തിയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ട്. എന്തുകൊണ്ട് ലാലി വിൻസെന്റ് ഇത്തരം തട്ടിപ്പിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് നടപടി എടുക്കാതിരുന്നു? കേരളത്തിലെ പോലീസിൽ ഇത്രയും സംവിധാനങ്ങളും നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത്? അപ്പൊ കേരള പോലീസ് പോലും ഇപ്പോഴും അറസ്റ്റ് ചെയ്യാത്ത, കേവലം പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള മാത്രമുള്ള ലാലി വിൻസെന്റിനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്കും അറിയേണ്ടതുണ്ട്. ശരി ശരി സനോജ് മറുപടി. മാത്രമല്ല സനോജ് ഏത് ഘട്ടത്തിലാണ് കുഴൽനാടന്റെ പേര് സൂചിപ്പിച്ചത് എന്നും ജിൻഡോ ചോദിക്കുകയുണ്ടായി. മറുപടി. അല്ല, കുഴൽനാടന്റെ പേര് സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞത് ഇപ്പൊ വക്കീൽ എന്ന നിലയിലല്ലോ കുഴൽനാടനെ പല കാര്യങ്ങൾക്കും ഞങ്ങൾ ആരോപണത്തിൽ നിർത്തുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വരുന്നത്. അയാൾ കോൺഗ്രസ് നേതാവ് എന്ന നിലയില്ല. ഞാൻ പറഞ്ഞ ഭാഗം മുഴുവൻ കൃത്യമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്.
ഇവിടെ ഏതെങ്കിലും പോസ്റ്ററിൽ ഫോട്ടോ വന്നോ, ആരുടെയും കൂടി സെൽഫി ഉണ്ടോ, ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുത്തോ എന്ന് മാത്രമല്ല, ലാലി വിൻസെന്റ് വളരെ കൃത്യമായിട്ട് ഈ തട്ടിപ്പ് നേതൃത്വം കൊടുത്തിട്ടുള്ള, ഈ കോടികൾ കൊള്ളയടിച്ചിട്ടുള്ള ഈ അനന്തകൃഷ്ണനുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും അവരുടെ വളരെ കൃത്യമായിട്ടുള്ള പങ്ക് ഇതിനകത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യില്ലാന്ന് ചോദിച്ചാൽ, അറസ്റ്റ് ചെയ്യാൻ പോലീസിൻ്റെതായ രീതികളുണ്ട്. നാളെ തന്നെ പോയി അറസ്റ്റ് ചെയ്യണോ? കൃത്യമായ തെളിവുകൾ ശേഖരിക്കും. ഇപ്പൊ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. ആ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തെളിവ് ശേഖരിച്ചു അങ്ങ് ശരിയായ നിലയിൽ തന്നെ പറയുകയുണ്ടായി. ഈ പറയുന്ന ലാലി വിൻസെന്റ് ആയാലും AN രാധാകൃഷ്ണനായാലും ഇവരൊക്കെ പൊതുപ്രവർത്തകരാണ്. ആ നിലയിലുള്ള വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യതയാണ് ഈ അനന്തകൃഷ്ണനും സംഘവുമെല്ലാം മുതലെടുത്തിരിക്കുന്നത്. അതിന് അരുനിൽക്കുന്ന പ്രവൃത്തികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അത് നിശ്ചയമായും ജിൻഡോ പറയുന്ന പ്രതിഭാഹരിയുടെ പോലെ ഒരു റോളല്ല. AN'േതായാലും അതുപോലെ തന്നെ ലാലി വിൻസെന്റേതായാലും അതെല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ തട്ടിപ്പിന്റെ അടിസ്ഥാനപരമായ നീക്കം എന്തായിരുന്നു സനോജെ? അടിസ്ഥാനപരമായ നീക്കം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ മുഴുവൻ NGOകളെയും സംഘടിപ്പിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന പേരിൽ, അത് എന്ത് ഉന്നമനമാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈ പറയുന്ന ഈ കോൺഫെഡറേഷൻ, ഈ NGOs കോൺഫെഡറേഷൻ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? CSR ഫണ്ടുകൾ ഒറ്റയടിക്ക് എല്ലാവരും കൂടെ ചേർന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി നടത്തിയൊരു നീക്കമാണ്. 2022 അതിൻ്റെ ഉദ്ഘാടകയായി വന്നത് മന്ത്രി R ബിന്ദുവാണ്. അത് മറ്റ് ഒരു MLA പോകുന്നത് പോലെയോ ഒരു പൊതുപ്രവർത്തക ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പദവിയിലിരിക്കുന്ന വ്യക്തി പോകുന്നത് പോലെയോ അല്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാകും, പോലീസിന്റെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും, ഇതിന്റെ വിശ്വാസ്യത സംബന്ധിച്ച പരിശോധനകൾ ഉണ്ടാകും. എന്തിന് മന്ത്രി R ബിന്ദു ഇതിനൊരു ആധികാരികത തുല്യം ചാർത്തി കൊടുത്തു? R ബിന്ദു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ MLA മാർ അല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന MLA മാരായി കഴിഞ്ഞാൽ തന്നെ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് അവർക്ക് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറയാനുള്ള തെളിവല്ല. മന്ത്രിമാരായി കഴിഞ്ഞാലും MLA മാരായി കഴിഞ്ഞാലും ഇതുപോലെയുള്ള ധാരാളം ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്തതിന് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്കെല്ലാം ഇതുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല. ഇതിനു മുന്നേയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിനു മുന്നേയും ഒരുപാട് തട്ടിപ്പ് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുന്നേയും ഒരുപാട് തട്ടിപ്പ് സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ചോദ്യം, NGO കോൺഫെഡറേഷൻ, നാഷണൽ NGOs കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കുക, അതിൽ മന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക, ഇതിനപ്പുറം ഈ തട്ടിപ്പ് വീരന്മാർക്ക് ആളുകളെ പറ്റിക്കാൻ വേറെ എന്ത് എളുപ്പവഴിയാണുള്ളത് സനോജെ? ഇതുപോലെ മന്ത്രിമാരെ പങ്കെടുപ്പിച്ചും MLA മാരെ പങ്കെടുപ്പിച്ചും അവരുടെ വിശ്വാസ്യത ഉപയോഗപ്പെടുത്തി അവരുടെ പോസ്റ്ററുകൾ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ തട്ടിപ്പ് സംഘം നടത്തിയ തട്ടിപ്പിൽ ഈ പങ്കെടുത്ത MLA-ക്കും മന്ത്രിക്കും പങ്കുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു നൂൽപ്പാലമാണ്. പക്ഷേ അങ്ങയുടെ ഒരു വാദം, അല്ല അങ്ങയുടെ ആ വാദത്തിന് ബലമുണ്ട്. ഒരു സെക്കൻഡ്, അങ്ങയുടെ ആ വാദത്തിന് അല്ല അങ്ങയുടെ വാദത്തിന് ബലമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് സമ്മതിക്കുക തന്നെ ചെയ്യുന്നു. പക്ഷേ അതൊരു നൂൽപ്പാലത്തിന്റെ അകലം മാത്രമാണ് ഉള്ളത്. ഒരു കൂട്ടർ അപ്പുറത്ത് നിന്ന് പറ്റിക്കുന്നു, അതിന് ആധികാരികതയുടെ ഒരു സാധ്യത നൽകപ്പെടുന്നു സർക്കാരിലൊരു മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട്. മന്ത്രി ആ തട്ടിപ്പിന്റെ ഭാഗമല്ല, പക്ഷേ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിക്കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മന്ത്രി മാറി. മന്ത്രി അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു. ഒരു നിഷ്കളങ്കയല്ല കേരളത്തിന് മന്ത്രിയായി വേണ്ടത്. ആരെവിടെ വിളിച്ചാലും പോയി ഇതെല്ലാം ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന ഒരാളെ അല്ല കേരളത്തിന്റെ മന്ത്രിയായിട്ട് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിയായാലും MLA ആയാലും മറ്റ് ജനപ്രതിനിധികളായി കഴിഞ്ഞാലും ഇതുപോലെയുള്ള ധാരാളം ചടങ്ങുകളുടെ ഭാഗമായി മാറേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ചടങ്ങും ഇതുപോലെയല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു പ്രശ്നം ഉയർന്നു വന്നു. അത് സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി അവിടെ പങ്കെടുത്തത് കൊണ്ട് ഏതെങ്കിലും പ്രതി രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ബിന്ദുവിനെ ഒരു നിലയിലും ഈ കള്ളക്കച്ചവടത്തിന്റെ കണ്ണിയേക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയല്ല, വരാം സനോജ്, അങ്ങനെയല്ല ലാലി വിൻസെന്റിന്റെ ഇതിനകത്തുള്ള പങ്കാളിത്തമായി ഇപ്പോൾ പറയപ്പെടുന്നത്, അങ്ങനെയല്ല ANRന്റെ പങ്കാളിത്തമായി പറയപ്പെടുന്നത്. ഞാൻ ചോദിക്കുന്നത്, ANRുമായി ബന്ധപ്പെട്ട് ശക്തമായി ഈ പറയുന്ന നീക്കങ്ങളെ വിമർശിക്കാൻ മുഹമ്മദ് ഷിയാസിന് കഴിയുന്നുണ്ടല്ലോ, താങ്കളുടെ DCC പ്രസിഡന്റിന്. എന്താ ഈ ലാലി വിൻസെന്റ് കാര്യം വരുമ്പോൾ മാത്രം അങ്ങനെ അല്ലാത്തൊരു നിലപാട് വരുന്നു?
അല്ല വേണു, ഇതിലൊരു കാര്യം ഞാൻ രണ്ട് ഭാഗമുണ്ട് താങ്കളുടെ ചോദ്യത്തിൽ. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പ്രതിഭ ഹരിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടതുപക്ഷത്തെ മന്ത്രിയുടെയോ MLA-മാരുടെ ആരുടെയും പേര് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ആദ്യഘട്ടത്തിൽ. ഞാനത് പറയാതിരുന്നതാണ്. കാരണം രാജ്യത്തെ ഇത്തരം പരിപാടികളൊക്കെ വരുമ്പോൾ MLA-മാരെയും മന്ത്രിമാരെയൊക്കെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കും. അത് ഈ തട്ടിപ്പുകാർ അവരുടെ വിശ്വാസത്തേക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. മുഴുവൻ ആളുകളെയും ബയോമെട്രിക് സ്കാനിങ്ങിലൂടെയും മറ്റ് സ്കാനിങ്ങിലൂടെയൊക്കെ വിധേയമാക്കിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ സനോജ് അതിലൊരു മര്യാദകേട് കാണിച്ചത്. മാത്യു കുഴൽനാടൻ്റെ പേര് മനഃപൂർവ്വം അതിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പ്രതിഭ ഹരിയുടെ പറഞ്ഞത്. അപ്പോഴും ആർ ബിന്ദുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയോ നരേന്ദ്രമോദിയുടെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ AN രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന നേതാവ്, അദ്ദേഹത്തിന്റെ കൂടി പടം വെച്ച് ഫ്ലെക്സ് അടിച്ച് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ട്. അവരുടെ പാർട്ടിയുടെ ഒരു സംഘടനാപരമായിട്ടുള്ള പരിപാടിയായിട്ട് അത് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. എത്ര തെളിവ് വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. അതിൽ ഭാഗമായിട്ടുള്ള ഒരാളെ ഒരിക്കൽ ഞാൻ തൃപ്പൂണിത്തറ വെച്ച് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് അവരുടെ മെയിൻ സംഘടനാ പ്രവർത്തനമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പ്രചരണം കൊടുത്ത് നടത്തിയിട്ടുണ്ട്. ഇവിടെ ലാലി വിൻസെന്റിന്റെ കാര്യത്തിൽ വരുന്ന വ്യത്യാസം എന്താ? അവരൊരു ലീഗൽ അഡ്വൈസറായിട്ട്, ഒരു വക്കീലായിട്ട്, അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടുന്നു, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇടപെടുന്നു. അതിനപ്പുറത്ത് നിയമവിരുദ്ധമായിട്ട് അവർ ഏതെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം, പോലീസ് കേസെടുക്കുന്ന നടപടി സ്വീകരിച്ചോട്ടെ. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീമതി ലാലി വിൻസെന്റ് ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. അനന്തു കൃഷ്ണന്റെ അഭിഭാഷക എന്ന നിലയിലാണ് അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് എന്ന് വെച്ചാൽ കോൺഗ്രസ് സംബന്ധമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഇല്ല എന്ന നിലപാടും അവർക്കുണ്ട്. അതിനെല്ലാം ബഹുമാനിച്ചുകൊണ്ടാണ് ശ്രീമതി ലാലി വിൻസെന്റ് അങ്ങയോടുള്ള ചോദ്യം. അങ്ങേക്ക് ഈ അനന്തു കൃഷ്ണനുമായിട്ടുള്ള പരിചയം എത്ര വർഷമായിട്ടാണ് ഉള്ളത്? ആദ്യമായി പറയട്ടെ, എൻ്റെ പേരിൽ എൻ്റെ പാർട്ടിയെ അവമാനിക്കരുത്. എൻ്റെ പാർട്ടിക്ക് ഒരു വിധത്തിലും അവമാനം വരാൻ ഞാൻ കാരണമാകരുത്. ഞാൻ അനന്തു കൃഷ്ണൻ്റെ വക്കീലായിട്ട് 4-5 വർഷമായി. അനന്തു കൃഷ്ണന് രാഷ്ട്രീയമുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. പ്രമീള ദേവി കോൺഗ്രസ് പാർട്ടിയിലിരിക്കുകയും വനിതാ കമ്മീഷൻ്റെ പേഴ്സണൽ സ്റ്റാഫായി അനന്തു കൃഷ്ണൻ ഉണ്ട് എന്ന് പ്രമീള ദേവിയുടെ കൂടെ നടന്നിട്ടുണ്ട് എന്ന് അനന്തു കൃഷ്ണൻ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കേസുകൾ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തുള്ള പരിചയമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പലപ്പോഴും കേസുകൾ നോക്കേണ്ട സാഹചര്യം വന്നതിൻ്റെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലേ മെറിഡിയനിൽ അതിനു മുൻപ് ശ്രീമതി ലാലി വിൻസെന്റ് 4-5 വർഷത്തെ പരിചയമാണ് താങ്കൾക്ക് അനന്തു കൃഷ്ണനുമായി ഉള്ളത്. അങ്ങനെയല്ലേ ഇപ്പോഴും താങ്കൾ പറഞ്ഞത്? അതെ, ശരി. അങ്ങ് ഇന്ന് ഒരു ചാനലിനോട് സംസാരിക്കുമ്പോൾ ഈ അനന്തകുമാറിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. മഹാനായ വ്യക്തി, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കേരളത്തിലെ മഹനീയ മാതൃക. അദ്ദേഹത്തെയൊക്കെ കണ്ടിട്ടാണ് ഈ പ്രവൃത്തികളിലേക്ക് അങ്ങും വന്നത്, ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ വക്കീലൊക്കെയായി അങ്ങ് മാറിയത് എന്നൊക്കെ പറയുകയുണ്ടായി. ആ മഹാനും പ്രതികരിക്കുകയുണ്ടായി ഒരു മാധ്യമത്തോട്. ആ മഹാൻ അപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? 7-8 വർഷങ്ങൾക്ക് മുൻപ് ലാലി വിൻസെന്റും അനന്തു കൃഷ്ണനും കൂടി ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ്, ഒരു ഫണ്ട് തമിഴ്നാട്ടിലുണ്ട്, അതിനെക്കുറിച്ച് സായി ഗ്രാമത്തിന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം എൻ്റെ ഓഫീസിൽ വരുന്നത്. ആദ്യമായി ഇവർ 2 പേരും കൂടി വന്ന് സായി ട്രസ്റ്റിൻ്റെ ഡോക്യുമെൻസും മറ്റ് കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞു. നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. പിന്നെ അതിനുശേഷം അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല, അതിൻ്റെ യാതൊരു നടത്തിപ്പും ഉണ്ടായിട്ടില്ല. അവർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായത് കാരണം അവരാണ് ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നെ പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം അവർ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായും ഇയാളെ അടുപ്പിക്കാനും നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. ഇത് കോൺഗ്രസിനെ അനന്തകുമാർ അപമാനിക്കുകയാണ് കേട്ടോ ശ്രീമതി ലാലി വിൻസെന്റ്. ഞങ്ങളാരുമല്ല. അങ്ങ് വർത്തമാനം പറഞ്ഞു തുടങ്ങിയത് കോൺഗ്രസിനെ അപമാനിക്കരുത്, താങ്കളുടെ പേര് പറഞ്ഞതെന്നാണ്. താങ്കൾ മഹാനായി പദവി കൊടുത്തിരിക്കുന്ന അനന്തകുമാർ കോൺഗ്രസിനെ അപമാനിക്കുകയാണ് താങ്കളുടെ പേര് പറഞ്ഞ. മറുപടി എന്താണ്? അങ്ങനെ അനന്തകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് നാളെ തന്നെ ഡാമേജസിന് നോട്ടീസ് കൊടുക്കും. അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പൊ ജിൻഡോ പറഞ്ഞല്ലോ ലാലി വിൻസെന്റ് എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ പാർട്ടി നടപടിയെടുക്കും. അതൊക്കെ നിങ്ങളുടെ സമയം പോലെ ചെയ്തോളൂ. ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അനന്തകുമാർ പറയുകയാണ്, താങ്കൾ മഹാൻ എന്ന് വിശേഷിപ്പിച്ചയാൾ പറയുകയാണ് 7-8 വർഷം മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന്. താങ്കൾ പറയുന്നത് 4-5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന ഈ അനന്തു കൃഷ്ണനുമായിട്ട് താങ്കൾക്ക് പരിചയമെന്ന്. താങ്കൾ ഇത്രയും വികാരാധീനനാകാതെ എന്നെ സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ, ഞാൻ അനന്തകുമാറിനെ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്
BTHയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി അനന്തകൃഷ്ണൻ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോകുമ്പോൾ, മേഡം ഇങ്ങനെ ഒരാളുണ്ട്, പരിചയപ്പെടേണ്ട ആളാണ്, വരണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി BTHയിൽ വെച്ച് പരിചയപ്പെടുത്തി. ഒരു ബിഷപ്പിൻ്റെ സഹോദരനും ഉണ്ടായിരുന്നു. ആ പരിചയപ്പെടലിന് ശേഷം എന്നെ കുറേ നാളുകൾക്ക് ശേഷം ആനന്ദകുമാർ എറണാകുളത്ത് വന്നപ്പോൾ ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ഞങ്ങളുടെ വക പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് എറണാകുളത്ത് ഒരു ഓഫീസ് ഉണ്ടായാൽ, എറണാകുളത്ത് കാര്യങ്ങൾ ചെയ്താൽ ജൈവ കൃഷിയോ ജൈവ വളമോ. ഒറ്റ ചോദ്യം, ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല, എനിക്ക് ആദ്യം നേരിട്ടൊരു ചോദ്യത്തിന് മറുപടി വേണം, അതിലൊരു വ്യക്തത വേണം. ശ്രീമതി ലാലി വിൻസെന്റ്, നിങ്ങൾ 7 or 8 കൊല്ലം മുൻപ് അനന്തു കൃഷ്ണനെ ആനന്ദകുമാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? എന്റെ ചോദ്യം നേരിട്ടുള്ളതാണ്, ലളിതമാണ്. ഇല്ല, 100% കളവാണ്. ഞാൻ തെളിയിക്കാം. ഒരു മഹാൻ കളവ് പറയുമോ? ആനന്ദകുമാർ അതിന് എനിക്ക് ഉത്തരം തരേണ്ടി വരും. അത് അദ്ദേഹം തന്നെ പറയണം. ഞാൻ മഹാനാണെന്ന് കരുതി, അല്ല എന്ന് അദ്ദേഹം തെളിയിച്ചാൽ അദ്ദേഹം തന്നെയാണ് അതിന് ഉത്തരവാദി. ഞാൻ മഹാനെന്ന് കരുതുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട ആളാ. ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു നല്ല വ്യക്തി, കേരളത്തിൽ ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ സാറേ, ഇയാളൊരു മഹാനാണ് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ നാഷണൽ NGOs കോൺഫെഡറേഷൻ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയ ഘട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം രാജിവെച്ച് പോയതിനു ശേഷം പറയുകയാണ്, കോഴിക്കോട് വിതരണം, തയ്യൽ മെഷീൻ വിതരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഈ പറയുന്നയാൾ കൂടെ ചേർന്നത്. ആര്? ഈ പറയുന്ന അനന്തു കൃഷ്ണൻ. ആനന്ദകുമാർ പറയുകയാണ് അത് പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നീട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളത് ചെയ്തുകൊള്ളൂ. ബോർഡ് മീറ്റിങ്ങിലെ തീരുമാനമാണ്, ഈ മഹാന്റെ ബോർഡ് മീറ്റിങ്ങിലെ തീരുമാനം, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നയാളുടെ തീരുമാനമാണ്. പക്ഷെ അതിൻ്റെ പരിപൂർണമായ സാമ്പത്തിക കാര്യങ്ങളും ഉത്തരവാദിത്വവുമെല്ലാം നിങ്ങൾ നോക്കിക്കൊള്ളണം. നാഷണൽ NGOs അതിൻ്റെ പേരിൽ പണം സ്വീകരിക്കാനോ ആരുടെയെങ്കിലും സ്കൂട്ടർ വിതരണം ചെയ്യാനോ സ്കൂട്ടറിന് വേണ്ടി പണം മേടിക്കാനോ ഒന്നും നാഷണൽ NGOs തയ്യാറല്ല. മാത്രമല്ല, ഇന്ന് വരെ നാഷണൽ NGOസിൻ്റെ പേരിൽ 1 രൂപ ഈ കേരളത്തിലുള്ള ആരെങ്കിലും സ്കൂട്ടറിനോ കോഴിക്കോടിനോ വേറെ എന്തിനെങ്കിലും വേണ്ടിയോ അടച്ചതായി യാതൊരു അറിവുമില്ല. ഇതാണോ ഒരാൾ പുലർത്തേണ്ട ഉത്തരവാദിത്തം? ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നു, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുത്തോളം, ഞങ്ങൾക്കതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞൊഴിയലാണോ ജീവകാരുണ്യ പ്രവർത്തനത്തിലെ സുതാര്യത? അയ്യോ, അതെല്ലാം കളവാണെന്ന് പോലീസിൻ്റെ മുമ്പിൽ രേഖകളുണ്ട്, പോലീസ് തെളിയിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ആനന്ദകുമാറിനെ പരിചയപ്പെടുത്തിയത് അനന്തു കൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു പരിപാടി അവിടെ നടത്തുന്ന സമയത്ത് അദ്ദേഹം എന്നെ ക്ഷണിച്ചിരുന്നു. ശ്രീ അടൂർ പ്രകാശ് മന്ത്രിയായിരിക്കുന്ന കാലത്താണോ അത് അടൂർ പ്രകാശ് മന്ത്രിയല്ല അന്നേരം, ക്ഷണിച്ചിരുന്നു. വരുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് എപ്പോഴോ ഞാൻ അതിലെ പോയപ്പോൾ ചെന്നു, കണ്ടു, ഒരു നേരം ഉച്ചയൂണ് കഴിച്ചു മടങ്ങിപ്പോന്നു. അനന്തകൃഷ്ണൻ വഴിയാണ് പരിചയപ്പെട്ടത്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ആനന്ദകുമാറിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന്. അദ്ദേഹം പറയുന്നത് പരസ്പര വിരുദ്ധമായാണെങ്കിൽ അദ്ദേഹം ആരോഗ്യം നോക്കണം. പോലീസിൻ്റെ മുമ്പിൽ ഡോക്യുമെൻറ്റുകളുണ്ട്. CSR ഫണ്ട് ഉപയോഗിച്ച് HP കമ്പനിയുടെ ലാപ്ടോപ്പ് വിതരണങ്ങൾ ചെയ്തതിൻ്റെ ഫോട്ടോസ് അനന്തു കൃഷ്ണനും ആനന്ദകുമാറും കൂടെ ചെയ്തതിൻ്റെ ഫോട്ടോസ് സൈറ്റിൽ കിടപ്പുണ്ട്. പ്രധാനമന്ത്രിയെ കാണാൻ അനന്തു കൃഷ്ണനെ കൊണ്ടുപോകുന്ന ആനന്ദകുമാറാണ്. ആനന്ദകുമാർ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് വളരെ ബിലവഡാണെന്ന്. ആനന്ദകുമാർ ഈ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി അനന്തു കൃഷ്ണനെ വളരെ ഉത്തരവാദപ്പെടുത്ത ഒരാളായി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഒരു അവസരവാദിയല്ല, മാറ്റി മാറ്റി പറയില്ല. ശ്രീമതി ലാലി വിൻസെന്റ്, അല്ല ഒരു സെക്കൻഡ്, അല്ല ഇനിയിപ്പോ ബഹുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് എത്രമാത്രം ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു എന്ന് അങ്ങയുടെ നാവ് കൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീമതി ലാലി വിൻസെന്റ്, ഈ ആനന്ദകുമാറിനെ അനന്തകൃഷ്ണനെയൊക്കെ വിട്, അങ്ങൊരു പൊതുപ്രവർത്തകയല്ലേ, കോൺഗ്രസിന്റെ ഒരു മഹനീയമായിട്ടുള്ള ഉത്തരവാദപ്പെട്ടൊരു നേതാവല്ലേ, അങ്ങ് ഇത്തരം ഒരു പദ്ധതിക്ക് എങ്ങനെയാണ് കുടപിടിച്ചത്? അതായത് പകുതി കാശ് ഈ പാവം പിടിച്ച സ്ത്രീകൾ നൽകട്ടെ, ബാക്കി പകുതി CSRൽ നിന്ന് സംഘടിപ്പിക്കാം എന്ന് പറയുന്ന ഊഹക്കച്ചവടത്തിന് തുല്യമായ ഒരു തട്ടിപ്പ് പരിപാടിക്ക് എന്തിനാണ് നിന്നുകൊടുത്തത്? മാത്രമല്ല, അങ്ങയുടെ ഇടപെടലുകൾ അഭിഭാഷക എന്ന നിലയിൽ മാത്രമുള്ളതല്ല എന്ന് ഈ പറയുന്ന മഹാനായ ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഈ പറയുന്ന ലീഗൽ അഡ്വൈസർ എന്ന കപ്പാസിറ്റിയിൽ മാത്രമാണ് അങ്ങ് നിൽക്കുന്നത് എങ്കിൽ നിശ്ചയമായി അങ്ങ് 7ാം പ്രതി ആകുകയുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആനന്ദകുമാർ അവിടെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞത് ആനന്ദകുമാർ തന്നെ റിവൈസ് ചെയ്ത് കേൾക്കട്ടെ. ഞാൻ എപ്പോഴാണ് അങ്ങേരുടെ അടുത്ത് എന്തെങ്കിലും ബിസിനസ്സിന് ചെന്നത് എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കട്ടെ. ചെന്നിട്ടുണ്ടാകും വേറെ സ്ത്രീകളാരെങ്കിലും. അത് പ്രമീള ദേവിയാണോ മറ്റേതെങ്കിലും സ്ത്രീകളാണോ എനിക്കറിയില്ല. ഞാനല്ല. പ്രമീള ദേവിയും അദ്ദേഹവും തമ്മിൽ ചേർന്ന് ചില ബിസിനസ്സുകൾ ചെയ്യാൻ ആരംഭിച്ചിരുന്നു എന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. വെറും കേൾവി മാത്രമാണ്, ഹിയർസേ. എനിക്ക് സത്യം അറിയില്ല. ഞാൻ പ്രമീള ദേവി എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ആനന്ദകുമാറോ ആനന്ദു കൃഷ്ണനോ അവരൊക്കെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ലീഗൽ സൈഡ് നിന്നുകൊണ്ട് എന്നോട് തയ്യാറാക്കി കൊടുക്കാൻ കക്ഷികൾ ആവശ്യപ്പെടുന്ന കരാറിൻ്റെ നിയമവശങ്ങൾ നോക്കിക്കൊണ്ട് കരാർ എഴുതി കൊടുത്തു എന്നത് ശരിയാണ്. എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ വന്നപ്പോൾ ഞാൻ ഹൃദയത്തിൽ നോവുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. 45,000 സ്ത്രീ ഹൃദയങ്ങൾ നോവുന്നുണ്ട്. അതുമായി വെച്ച് നോക്കുമ്പോൾ അങ്ങയുടെ ഒറ്റ നോവ് വേണ്ട. അല്ലല്ല, ശ്രീമതി ലാലി വിൻസെന്റ്, എന്റെ ചോദ്യം അവിടെ ബാക്കി കിടക്കുകയാണ്. പകുതി പൈസ നിങ്ങൾ തരൂ, പകുതി പൈസ വേറെ വഴിക്ക് വരും. ഇത്തരമൊരു പരിപാടിക്ക് എന്തൊരു കൂട്ടുനിന്നു? ഞാനിവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനാണ്. എന്നോട് ആവശ്യമില്ലാതെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. അവരുടെ സ്കീമുകളിൽ അവരുണ്ടാക്കിയ കാര്യങ്ങളിൽ നിയമപ്രകാരമുള്ള ഉപദേശമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഇതിൽ വീഴ്ചകൾ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മുതൽ സാമൂഹ്യ പ്രവർത്തക എന്നുള്ള രീതിയിൽ തന്നെ ഇവരോട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. CSR ഫണ്ട് ഉണ്ടാക്കാൻ പോകണമെന്ന് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണക്കാരുടെ പണം വാങ്ങിയ NGOs എവിടെ? ഈ NGOs വാങ്ങിയ ഫെസിലിറ്റേഷൻ ഫീസ് എവിടെ? അവർ അനന്തു കൃഷ്ണൻ്റെ കമ്പനിയുടെ അക്കൗണ്ടിൽ പണമിട്ട് കയറിക്കിടന്ന് ഉറങ്ങിയത് ശരിയാണോ? ഈ പണത്തിന് ഉത്തരവാദിത്തം അവരും കൂടെ പറയേണ്ടവരല്ലേ? ഇത് കൂട്ടുത്തരവാദിത്തമല്ലേ? എന്നെ കേസിൽ പ്രതിയാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഞാൻ വക്കീലല്ലാത്ത സംഘടനയുടെ വക്കീലാണ് എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ എന്നെ FIRൽ പ്രതിയാക്കിയാൽ അത് കേട്ട് ഞാൻ പേടിക്കുമെന്ന് കരുതണ്ട. അതുകൊണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്നത് പറയുന്നത് ഒരു കാര്യം കൂടി ശ്രീമതി ലാലി വിൻസെന്റ് സംസാരിക്കുന്നു. ഇവിടെ ഗീതാകുമാരി സംസാരിച്ചതൊക്കെ അങ്ങ് കേട്ട് കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല എങ്കിൽ അങ്ങയുടെ അറിവിലേക്കായി ഞാനത് പറയാം. ഗീതാകുമാരി പറയുകയായിരുന്നു. ഞാൻ ഉത്തരം തരാം. ഒരു സെക്കൻഡ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അല്ല, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഗീതാകുമാരി പേര് മാത്രമല്ലേ പറഞ്ഞു. ഞാൻ പറയാം, സമയം ലാഭിക്കാം. ശരി, ഓക്കെ. എനിക്കറിയാമോ കേസ്? ഞാനാണ് അതിന്റെ വക്കീല്. എനിക്കറിയാമോ കേസ്? ഇദ്ദേഹം എന്നെ പറയാൻ അനുവദിക്കുമോ? പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ സർ. അതായത് ഗീതാകുമാരിയുടെ കേസ്, ഗീതാകുമാരിയുടെ കേസ് എന്ന് പറയുന്നത് മറ്റൊരു വക്കീൽ നടത്തിയിരുന്നതാണ്. ഞാനൊരു 4 മാസം മുമ്പാണ് വക്കാലത്തെടുത്തത്. ചിലപ്പോൾ ആനന്ദകുമാർ പറയുന്നത് ഗീതാകുമാരിയാകാം കേട്ടോ. അവർക്ക് ഏതാണ്ട് ഏർപ്പാടുകൾ ഇതുപോലെ ഉണ്ടാക്കുകയും അവർ മദ്രാസിൽ പോവുകയൊക്കെ ചെയ്തത് ഈ കേസിലുണ്ടേ. അങ്ങനെ വല്ലതും ആയിരിക്കും. ഈ കേസ് എന്താണെന്ന് വെച്ചാൽ ഗീതാകുമാരിക്ക് 25 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നാണ് കേസ്. അവർ അനന്തുവിൻ്റെ 5 ചെക്കുകൾ ഫയലാക്കി എന്ന് പറയുന്നു. ഞാനാണ് വക്കാലത്തെടുത്ത് അവരെ ക്രോസ് എക്സാമിൻ ചെയ്ത ലോയർ. 1 രൂപ അനന്തു കൃഷ്ണന് നൽകിയതിൻ്റെ തെളിവ് അവർ ഹാജരാക്കിയിട്ടില്ല. അവരോട് ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ മദ്രാസിൽ പോയ എസ്റ്റേറ്റ് വാങ്ങലോ എന്തൊക്കെയോ ഇടപാടുകൾ സംബന്ധിച്ച് അവർ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി പകർപ്പ് കോടതിയിലുമുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് ആ കേസ് 313 ഇരുന്നതാ. അനന്തു കൃഷ്ണൻ അവർക്ക് 25 ലക്ഷം രൂപ കൊടുത്തിട്ടുമുണ്ട്. അനന്തു കൃഷ്ണൻ കൊടുത്തതിന് തെളിവുകളുണ്ട്. അത് ഡിഫൻസ് എവിഡൻസായി ഹാജരാക്കുന്നുണ്ട്. ഗീതാകുമാരി എങ്ങനെയോ ഗീതാകുമാരി എന്ന് പറഞ്ഞത് ഇപ്പൊ താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ അവർ പൈസ കൊടുത്തു, അനന്തു കൃഷ്ണൻ അത് തിരിച്ചു കൊടുത്തു. ഇതാണിപ്പോ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഗീതാകുമാരി പറയുന്നത് അങ്ങനെയല്ല. ഗീതാകുമാരി പറയുന്നത് താങ്കൾ കോടതിയിൽ വാദിച്ചു ഇങ്ങനെ ഒരു പണമിടപാടേ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആ 5 ചെക്കുകൾ വിവിധ ഘട്ടങ്ങളിലായി മടങ്ങിയ ആ 5 ചെക്കുകൾ
ഗീതാകുമാരിയുടെ കൈവശം കിട്ടിയത് ഗീതാകുമാരി പല സാധനങ്ങളും, അതായത് അനന്തകൃഷ്ണന്റെ പല ഡോക്യുമെന്റുകളും അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെക്ക് ലീഫുകൾ അടങ്ങുന്നതും കൊണ്ടുപോയി അതാണ് മാറി മാറി ഇടയ്ക്കിടയ്ക്കായി സബ്മിറ്റ് ചെയ്ത് ചെക്ക് മടങ്ങിയ സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. ഇതിലേതാ സത്യം? ഇപ്പൊ നേരത്തെ അങ്ങ് പറഞ്ഞു പണം അങ്ങോട്ട് കൊടുത്തിട്ടുമുണ്ട്, അത് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് എന്ന്. അല്ല, അത് കോടതി ഡോക്യുമെന്റ് അല്ലേ, കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അനന്തകൃഷ്ണന് നല്ല ഡിഫൻസ് ഉള്ളതല്ലേ, എനിക്ക് എല്ലാം പറയാൻ കഴിയില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അങ്ങ് പറയുന്ന രണ്ട് കാര്യം അല്ല, അങ്ങ് പറയുന്ന ഒരു കാര്യം ശരിവെക്കുന്നു. അങ്ങ് തന്നെ പറയുകയാണ് 25 ലക്ഷം അങ്ങോട്ട് കൊടുത്തിരുന്നു, 25 ലക്ഷം തിരിച്ചും കൊടുത്തു എന്ന് പറയുന്നു അങ്ങ്, അല്ലേ? എന്നാൽ 25 ലക്ഷം അങ്ങോട്ട് കൊടുത്തതിന്റെ ഒരു രേഖകളും ഗീതാകുമാരി മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും അതേ നാവ് കൊണ്ട് പറയുന്നു. അല്ല, ഒരു സെക്കൻഡ്. പിന്നെ അടുത്ത കാര്യം ഗീതാകുമാരി പറയുന്നതാണ്, നിങ്ങൾ അവിടെ വാദിച്ചു, കോടതിയിൽ വാദിച്ചു, ഈ ചെക്ക് ബുക്ക് അപ്പാടെ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്ന്. അങ്ങനെ ഒരു തസ്കരയാണ് എങ്കിൽ, ഇല്ലാത്ത പണം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ചെക്ക് ബുക്ക് അടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതെങ്കിൽ അവർക്ക് ആ പണം തിരികെ കൊടുത്തു എന്ന് അങ്ങ് എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ചെക്ക് ബുക്ക് അടിച്ചു മാറ്റി ഈ ഗീതാകുമാരി എന്ന് എന്തുകൊണ്ടാണ് അങ്ങ് വാദിക്കുന്നത്? പെൻഡിങ് നിൽക്കുന്ന കേസിന്റെ പകുതി കാര്യങ്ങളെ വെളിച്ചത്ത് വന്നിട്ടുള്ളൂ. ഗീതാകുമാരിയെ ഞാൻ ക്രോസ് എക്സാമിൻ ചെയ്തു, ഞാൻ വാദിച്ചിട്ടില്ല. ഗീതാകുമാരിയെ ക്രോസ് എക്സാമിൻ ചെയ്തപ്പോൾ കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്, അതെനിക്ക് പരസ്യമായി പറയാൻ കഴിയില്ല. അങ്ങേക്ക് ഇഷ്ടമുള്ള അത്രയും കാര്യങ്ങൾ അങ്ങ് പറയുന്നു, അങ്ങേക്ക് ഇഷ്ടമുള്ള അത്രയും കാര്യങ്ങൾ പറയുന്നു, ബാക്കിയൊക്കെ കോടതിയിലേക്ക് സബ് ജുഡീസ് ആയതുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുന്നു. ശരി, അങ്ങയുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ ഏതറ്റം വരെയാണ് അങ്ങ് സബ് ജുഡീസ് എന്ന് പറയുന്ന അല്ലല്ല ആ പ്രതിരോധം ഉപയോഗിക്കുന്നത്. ഞാൻ അങ്ങേലേക്ക് വരാം ലാലി വിൻസെന്റ്, ഞാൻ അങ്ങേലേക്ക് വരാം. ദയവീത് ഒരു അല്പസമയം കൂടെ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ എ സജീവൻ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ആദ്യം പറയുകയാണ് ലാലി വിൻസെന്റ് മഹാനാണ് ആനന്ദകുമാർ എന്ന്, പിന്നൊരു ഘട്ടത്തിൽ പറയുകയാണ് ആനന്ദകുമാറും അനന്തകൃഷ്ണൻ തമ്മിൽ അടിപൊട്ടി, അതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. ആ കുട്ടി ബലിയാടായി. ലാലി വിൻസെന്റ് മാധ്യമത്തോട് പറയുകയാണ്, ഒന്നിലധികം മാധ്യമങ്ങൾ അവരെ കണ്ടപ്പോൾ പറയുകയാണ്, ആ കുട്ടി ബലിയാടായി. എങ്ങനെ ബലിയാടായി? CSR ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി, ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവനെ പ്രോത്സാഹിപ്പിച്ച് വിട്ട ആളുകൾ ശ്രമിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ CSR ഫണ്ട് വരുമായിരുന്നു, കേരളത്തിൽ ഒരാൾ പട്ടിണി അടക്കാതെ ഇതെല്ലാം നടപ്പാക്കപ്പെടുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഇവരെല്ലാം കൂടെ ഇറങ്ങുന്നു, പിന്നെ അടിപൊട്ടുന്നു, പിന്നെ ഇവനെ കൊണ്ട് അത് ഉണ്ടാക്കിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു, ഇവനെ പിടിച്ചകത്തിടാനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു. ഇതെവിടെ നടക്കുന്നതാണ് ഈ യുദ്ധങ്ങളെല്ലാം? ഏത് പൈസയുടെ പുറത്ത്? അല്ല, നമ്മൾ മൊത്തമായിട്ട് വിഡ്ഢികളാക്കുന്നൊരു കാര്യമാണ് ഇപ്പം കേൾക്കുന്നത്. ഈ പറയുന്ന മുഴുവൻ ഇപ്പം ലാലി വിൻസെൻ്റോട് പറഞ്ഞ കാര്യം അവർ പറയുന്ന പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. അനന്തകുമാർ പറഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വേണു അവരോട് ചോദിച്ച ചോദ്യത്തിൽ 7-8 വർഷം മുമ്പേ ഈ അനന്തകൃഷ്ണനും ലാലി വിൻസെൻറ്റും കൂടി ചെന്നു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയും, നിയമ നടപടി എടുക്കുമെന്ന് പറയുന്നത് ആവട്ടെ എന്തായാലും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലാലി വിൻസെൻ്റ് പ്രതിയായത് ഈ നിയമോപദേശം കൊടുത്തതിൻ്റെ പേരിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇന്ത്യ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും നിയമോപദേശം കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ പ്രതിയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിയായിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ എന്തോ ഒരാൾ പ്രതിയാക്കണമെങ്കിൽ അതുവരെ അന്വേഷണങ്ങളൊക്കെ ആവും, അതും അവരുടെ പങ്കാളിത്തം കാണിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടാകണം. അതിവിടെ ഇപ്പം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അനന്തകൃഷ്ണനെ നമ്മൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആ കുട്ടി പ്രതിയെ ബലിയാടായി എന്നൊക്കെ പറയുമ്പോൾ അനന്തകൃഷ്ണൻ 400 കോടി ഇപ്പോൾ പുറത്തു വന്നതനുസരിച്ച് ഏതാണ്ട് 400, പോലീസ് പറയുന്നത് അതിനേക്കാൾ കൂടാന്നുള്ളതാണ്. പരാതിക്കാരുടെ എണ്ണം ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ മോൻസൺ മാവുങ്കലൊക്കെ ചെയ്തതിനേക്കാൾ ഭീകരമായ തട്ടിപ്പായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതിന് ഈ കാര്യം താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതിനൊരു മറുപടി പറഞ്ഞില്ല. ഇങ്ങനെ പകുതി കാശിന് ഈ സ്ഥാപനങ്ങൾക്ക്, ഈ സ്കൂട്ടറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പകുതി കാശിന് ഇത് കൊടുക്കാൻ പറ്റുമോ? ബാക്കി CSR ഫണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതല്ല, മറ്റ് സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങിയിട്ട് ജനങ്ങളെ സേവിക്കണം. അത് ഇതുവരെ കൊടുത്തില്ല എന്നുള്ള തട്ടിപ്പാണ് ഇത്രയും കാലമായി നടന്ന തട്ടിപ്പിൻ്റെ. അല്ല സജീവൻ സാറേ, ഈ പകുതി ആളുകളിൽ നിന്ന് വാങ്ങുക, പകുതി CSR ഫണ്ട് സംഘടിപ്പിക്കുക, അങ്ങനെ ഒരു കോർപ്പറേറ്റ് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി ഫണ്ട് റിലീസിങ് അങ്ങനത്തെ ഒരു സംവിധാനമുണ്ടോ? ഒരിക്കലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? CSR ഫണ്ട് സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് അവർ ചെയ്യുന്ന, ഇപ്പോൾ കേരളത്തിൽ തന്നെ CSR ഫണ്ട് കൊടുക്കുന്ന ധാരാളം സ്ഥാപനം അവർ പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇന്ന കാര്യങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയും. ഇപ്പം ഇവിടെ മലബാർ ജ്വല്ലറി അവരുടെ CSR ഫണ്ടാണ് പ്രധാനമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റായിട്ട് അവരുടെ ഓഫീസിൽ വെച്ചിട്ട്
അവരുടെ ആളുകളെ വിട്ട് പരിശോധിപ്പിച്ചാണ് ചെയ്യുന്നത്. അതേപോലെ ധാരാളം, ഞാനൊരു പേര് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ ആ സ്ഥാപനമാണ് CSR ഫണ്ടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അല്ലാതെ ഇപ്പോൾ ഞാൻ വേണുവിൻ്റെ കയ്യിൽ കുറേ CSR ഫണ്ടുണ്ട്, അത് എനിക്ക് തന്നിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്തു എന്നാൽ അത് അക്കൗണ്ടബിൾ ആവില്ലല്ലോ. നിങ്ങളുടെ ഈ കാശ് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതിന് ഒരു കണക്ക് വെക്കേണ്ടേ? അതില്ലാതെ വാരിക്കോരി അനന്തകൃഷ്ണനോ അനന്തകുമാറിനോ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത കാര്യം. എന്ന് മാത്രമല്ല, അങ്ങ് ശ്രദ്ധിച്ചോ, ഈ കോൺഫെഡറേഷൻ എന്തിനാണ് ഈ NGOs കോൺഫെഡറേഷൻ ഉണ്ടാക്കുന്നത്? ഇത് ചിഹ്ന ഭിന്നമായി പോകരുത്. വലിയൊരു ഈ പറയുന്ന ചക്രക്കുടമാണിത്. അവിടെ എല്ലാവരും കൂടെ കൈയിട്ട് വാരിയത് അലമ്പാക്കാതെ ഇതെല്ലാം കൂടെ കേന്ദ്രീകരിക്കുക. ഈ ഫണ്ട് വരുന്നതിൻ്റെ രീതികളും അത് സ്വായത്തമാക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഏതാനും ആളുകൾ പല ദിക്കുകളിലായി നിന്ന് പ്രവർത്തിക്കാതെ ഒരു കോൺഫെഡറേഷനായി നിൽക്കുന്നു. പിന്നെ അതിനകത്ത് അടിപൊട്ടുകയാണ്. അതിനകത്ത് അടിപൊട്ടുന്നു. കാരണം ഇപ്പോൾ ലാലി വിൻസെൻ്റ് തന്നെ പറയുകയുണ്ടായി, ഒരു വർഷം കൂടെ ആ ബലിയാടായിപ്പോയ പയ്യനുണ്ടല്ലോ, അയാൾക്കൊരു അവസരം കൊടുത്തിരുന്നെങ്കിൽ ഏതാണ്ട് 25ഓളം NGOകൾക്ക് ഈ പറയുന്ന പണം കിട്ടിയിട്ടുണ്ട്, CSR ഫണ്ട്. 50ഓളം NGOകൾക്ക് കിട്ടിയിട്ടില്ല. അതുകൂടെ കിട്ടുമായിരുന്നു. ആ പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൻ തുക ഈ ആളുകളെ കണ്ണിൽ പൊടിയിടാനായിട്ട്, ഈ പാവങ്ങളുടെ ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കരണം എന്നാണ് ശ്രീമതി ലാലി വിൻസെൻ്റ് അതിനെ വിശേഷിപ്പിച്ചത്. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഈ പണം മുഴുവൻ മറ്റാരുടെ കൈകളിലേക്ക് പോകാതെ പിടിച്ചെടുക്കുക എന്നതല്ലേ? അത് പാവപ്പെട്ട ആളുകളുടെ മുഖവും വെച്ചുകൊണ്ടാണോ അല്ലയോ? അല്ല, അത് മാത്രമല്ല, വീണ് പറഞ്ഞതിനൊക്കെ അപ്പുറത്തൊരു കാര്യമുണ്ട്. ഈ കോൺഫെഡറേഷൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്ന് പറയുന്നത്, ഇത് പല ആളുകളിലേക്ക് പോകുന്നതിന് തടയാന്നല്ല, അവരുടെ ഒന്നും പിന്നെ എതിർപ്പില്ലാതെ തന്നെ കോൺഫെഡറേഷൻ എല്ലാവരുടെയും കൂടിയാണ്. കേരളത്തിലെ മുഴുവൻ ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഒരു അപ്പെക്സ് ബോഡി എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഇത് കൈകാര്യം സാങ്ക്ടിറ്റി ഉണ്ടോ? വളരെ കൃത്യമായിട്ട് മറ്റുള്ള ഈ സംഘടനകളെ കൂടി അവരെ വിഡ്ഢിയാക്കിക്കൊണ്ട് അവരുടെ എതിർപ്പില്ലാതെ ഇത് മൊത്തമായിട്ട് വാരിക്കൂട്ടാനുള്ള ഒരു ഏർപ്പാടാണ്. അപ്പോൾ സത്യത്തിൽ ഇവർ പറ്റിക്കുന്ന സാധാരണ ജനങ്ങളെ മാത്രമല്ല, ഈ CSR ഫണ്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ മാത്രമല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ ബാക്കിയുള്ള സംഘടനകളുണ്ടല്ലോ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം സന്നദ്ധ സംഘടനകളുണ്ടല്ലോ, അവരുടെ വാ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ കോൺഫെഡറേഷൻ്റെ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതൊന്നും അറിഞ്ഞില്ല. ഇതിൽ പെടുന്ന ആളുകൾ, ഇപ്പോൾ നേരത്തെ ബിന്ദുവിൻ്റെ കാര്യം പോലും പറഞ്ഞു, അതിനും സനോജ് പറഞ്ഞ മറുപടി എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മുടെ മന്ത്രിമാരുടെ ഭരണപരമായ ചുമതലയല്ല കാണുന്നതിന് മുഴുവൻ പോയിട്ട് കല്ലിടുകയോ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ, പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അധികാരത്തിന് ഇടനാഴികൾ വരുന്ന അവതാരങ്ങൾ. അതേപോലെ ഇത്തരത്തിലുള്ള ആളുകൾ വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ഫോട്ടോ എടുക്കുന്നു, അതവർ കച്ചവടമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഉദ്ഘാടനത്തിൻ്റെ ക്ഷണിക്കുന്നു, അവരത് വിശ്വാസ്യത ഉണ്ടാക്കുന്നു. ബിന്ദു പോയ ഒരു കാര്യം ഈ കോൺഫെഡറേഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിശ്വാസ്യത വീണ് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അതിന് സനോജ് ആ രീതിയിൽ മറുപടി പറഞ്ഞില്ല. ആ വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ വലിയൊരു മറയുണ്ട്. അത് ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എത്രയും വെട്ടിപ്പ് നടത്താം. പക്ഷേ ബിന്ദു ടീച്ചർ ഒരു വെട്ടിപ്പുകാരിയല്ല. അല്ല, അവർ വെട്ടിപ്പ് നടത്തിയതല്ല പറയുന്നത്. ഈ അവരെ ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ ഇത്തരം കാര്യങ്ങൾ അവരുടെ ഭരണപരമായ ചുമതലയേ അല്ലത്. ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വിളിക്കുന്ന ആളുകളുടെ വിശ്വാസ്യത, കാരണം നമ്മുടെ മുമ്പിൽ ഏറ്റവും ഒടുവിൽ മോൻസൺ ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വെട്ടിപ്പുകളുടെ കാര്യം വന്നിട്ടുണ്ട്. അതിന് വഴിവെച്ചു കൊടുക്കുക. ഇത്തരം ഒരു വലിയ മറക്കി തങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈവൻ ഫോട്ടോ എടുക്കുന്നതിനെ പക്ഷേ കുറ്റം പറയാനില്ല. എവിടെയെങ്കിലും പോയിട്ട് ഒരാൾ ഫോട്ടോ എടുക്കും, പിറകിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ തട്ടിപ്പിൻ്റെ ആളുകൾ വിളിച്ചിട്ട് അവരുടെ ഒരു വിശ്വാസ്യത ഉണ്ടാക്കുമ്പോൾ, ഈ കോൺഫെഡറേഷൻ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ബിന്ദു ആണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാനാണെങ്കിൽ എനിക്ക് പകുതി പൈസ കിട്ടുകയും ചെയ്യും, അതാ മന്ത്രിമാരൊക്കെ ഉദ്ഘാടനം ചെയ്തതല്ലേ എന്ന് വിചാരിച്ച് ഞാനും പകുതി പൈസ കൊടുക്കും. നമ്മുടെ കേരളത്തിൽ ഇത് തന്നെയാണ് ഈ കൊച്ചിയിൽ നടന്ന ഗിന്നസ് റെക്കോർഡിലും മന്ത്രി സജി ചെറിയാൻ വന്ന് പങ്കെടുക്കുന്നു. അതെ, പിന്നീട് ഇതിനെപ്പറ്റിയൊക്കെ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് നീതി കിട്ടും, സർക്കാർ ശക്തമായ നടപടിയെടുക്കുമെന്ന വായ്ത്താരിയും കൂടെ കേൾക്കേണ്ടി വരും. ഈ ശക്തമായ നടപടിയൊന്നും വേണ്ടെന്നേ, ശക്തമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കും എന്ന നടപടിയാണ് ഇടതു മന്ത്രിസഭയിലെ മന്ത്രിമാർ ആദ്യം എടുക്കേണ്ടത്. ഞാൻ ഇടവേളയ്ക്ക് വേണം. ജമാൽ എന്ന പരാതിക്കാരൻ കൂടെ ഈ ചർച്ചയിലുണ്ട്. ജമാലിന് എത്ര രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത്? അങ്ങനെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഇരയായത്? ഞാൻ തട്ടിപ്പിന് ഇരയായത് പറഞ്ഞാൽ, പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട് വനിതകൾക്ക് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകളുടെ പേരിൽ 65,000 രൂപ അടച്ചിട്ടാണ് ഞാൻ നിന്നത്. 3 മാസം കൊണ്ട് പൈസ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ വണ്ടിൻ്റെ ഒന്നും ആയിട്ടില്ല. 5 മാസം കഴിഞ്ഞ് പൈസ കൊടുത്തിട്ട് 65,000 രൂപ ചിലവാണ്. ഞാൻ ചൂരൽമല ഉരുൾപൊട്ടിയ പ്രദേശത്തുള്ള ഒരാളാണ്. ഞങ്ങൾ മേപ്പടിയിലാണ് താമസിക്കുന്നത്.
പക്ഷേ ഞങ്ങൾ ജോലിക്ക് വരാൻ വാഹനമില്ലാത്തതുകൊണ്ട് പാതി വിലയ്ക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കടം മേടിച്ചിട്ടാണ് ഈ 65,000 റുപ്യ ഉണ്ടാക്കി കൊടുത്തത്. ജോലിക്ക് പോയിട്ട് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിട്ടില്ല ഇതുവരെ. ശ്രീ ജമാല്, നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞത് വിശ്വസിച്ചത്? പറഞ്ഞത് വിശ്വസിച്ച് അതിന് പാതി വിലയ്ക്ക് വനിതകൾക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് അക്ഷയ മുഖാന്തരമാണ് കൊടുക്കുന്നത്. ബാങ്കിൽ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എഗ്രിമെൻ്റ് എല്ലാം അക്ഷയ നിന്നാണ് ചെയ്തത്. പക്ഷെ അങ്ങനെയാണ് ഞങ്ങൾ പൈസ കടം മേടിച്ച് ഉണ്ടാക്കി കൊടുത്തത്. ആരാണ് ഇതെല്ലാം ഒന്ന് പറഞ്ഞത്? അക്ഷയ മുഖാന്തരമാണ് ഇത് ഞങ്ങൾ അറിഞ്ഞത്. അക്ഷയ എന്ന് പറഞ്ഞ് അപ്പോൾ ആ പകുതി വിലക്കല്ല വണ്ടി കിട്ടുന്നത്, നമുക്ക് ഒന്നിച്ച് മേടിക്കാനുള്ള സാമ്പത്തികമായിട്ടില്ല. അപ്പോൾ പകുതി വിലക്ക് വണ്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടി ഉപയോഗിച്ച് ജോലിക്ക് പോകാൻ കഴിയും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനും കഴിയും എന്ന് വിചാരിച്ച് പൈസ കടം മേടിച്ചാണ് ഉണ്ടാക്കി കൊടുത്തത്. ശ്രീ ജമാലിന്റെ വീട്ടുകാർക്ക് മാത്രമാണോ ഒരു സെക്കൻഡ് ഈ ഇങ്ങനെയുള്ള ഒരു അറിയിപ്പ് കിട്ടിയത്? അതല്ല കൂടുതൽ പേരുണ്ടോ ഇങ്ങനെ പറ്റിക്കപ്പെട്ടത്? ഒരുപാട് ആളുകളുണ്ട്. എല്ലാം ഈ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണോ നിങ്ങളോട് വിളിച്ച് പറയുന്നത്? ഒരുപാട് ആളുകൾ അക്ഷയ എന്നാണ് പറഞ്ഞത്. എന്താണ് അവർ ഈ പറയുന്നത്? ഈ 65,000 കൊടുത്തു കഴിഞ്ഞാൽ 5 മാസത്തിനകം ഈ പറയുന്ന വണ്ടി കിട്ടുമെന്ന്. ഈ അക്ഷയ കേന്ദ്രത്തിന്റെ റോളൊന്നും നിങ്ങൾ ആരോടും അന്വേഷിച്ചില്ലേ? അവർക്ക് ഇത്തരം പരിപാടികളല്ലല്ലോ ഉള്ളത്. അക്ഷയ കേന്ദ്രത്തിൽ 60,000 റുപ്യാണ് ഇവിടെ ബാങ്ക് മുഖാന്തരമാണ് ഈ പൈസ അടച്ചത്. ബാക്കി 5,000 സംതിങ് റുപ്യ അക്ഷയയിൽ ചെന്നിട്ട് അക്ഷയ മുഖാന്തരമാണ് എഗ്രിമെൻ്റ് എല്ലാം ചെയ്തത്. എഗ്രിമെൻ്റ് ചെയ്തതിൻ്റെ പേപ്പേഴ്സും ഇതെല്ലാം അക്ഷയ നിന്നാണ് റെഡിയാക്കിയത്. ശ്രീ സനോജ്, ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ പഞ്ചായത്ത് സംവിധാനങ്ങളെ മുഴുവൻ, സ്വാശ്രയ സംഘങ്ങളെ മുഴുവൻ, ഇതിനൊക്കെ വളരെ സമർത്ഥമായിട്ടാണ് ഈ അനന്തകൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അക്ഷയ കേന്ദ്രത്തിന്റെ പങ്കാളിത്തം കൂടി ഇവിടെ വരികയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നുവെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന സംവിധാനങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇത്ര ശാസ്ത്രീയമായി ദുരുപയോഗം ചെയ്യാൻ കഴിഞ്ഞത്? ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിന്റെ പല കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ ഇതിപ്പോൾ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇവർക്ക് പ്രൊമോട്ടർമാർ നിശ്ചയിക്കുന്നു. അതുകൂടാതെ വാർഡ് അടിസ്ഥാനത്തിൽ പ്രൊമോട്ടർമാർ നിശ്ചയിക്കുന്നു. ഈ നിശ്ചയിക്കപ്പെടുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലെ തൊഴിലില്ലാത്ത സാധാരണ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, മുൻ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ആളുകളാണ്. അവരും ഒരർത്ഥത്തിൽ ഇതിൻ്റെ ഇരകളായി മാറുന്ന നിലയും ഉണ്ടായി. എല്ലാവരും എന്ന് പറയാൻ കഴിയില്ല, കുറേ ആളുകൾ അങ്ങനെയും വന്നിട്ടുണ്ട്. ഈ അക്ഷയ എന്നൊക്കെ പറയുന്നത് മിക്കവാറും അക്ഷയ എന്ന് പറയുന്ന സംവിധാനത്തെ ഇതിനെ ഉപയോഗിച്ചോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് നടത്തുന്ന ആളുകൾ ചിലപ്പോൾ ഇതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവും എന്നാ കരുതുന്നത്. അല്ല, എഗ്രിമെന്റ് ഒക്കെ അവിടെ വെച്ച് ചെയ്തു എന്ന് പറയുന്നു സനോജ്. മാറ്റിയൊന്നും വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയില്ല. എന്താ പറഞ്ഞത്? എഗ്രിമെന്റ് ഒക്കെ അക്ഷയ സെന്ററിൽ നിന്നാണ് ചെയ്തത് എന്ന് പറയുന്നു. ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിലൂടെ പൈസ ഇട്ടെന്ന് പറഞ്ഞല്ലോ, എല്ലാ പൈസയും ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അത് ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്, അയാളുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ആ ഭാഗം വിടാം. പക്ഷേ അക്ഷയ സെന്ററിൽ പോയി എഗ്രിമെന്റ് രേഖാമൂലമാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്നില്ല. അക്ഷയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷയ കേന്ദ്രം പലർക്കും അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാനൊരു അക്ഷയ കേന്ദ്രം നടത്തുന്നു, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റായ ഇടപാട് നടത്താൻ ഒരാളെ അക്ഷയ കേന്ദ്രത്തിൽ വിളിച്ചു വരുത്തി ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ എനിക്ക് പറ്റുമല്ലോ. പക്ഷെ സനോജ്, ഈ തട്ടിപ്പിന്റെ ഒരു സ്വഭാവമായി ഇതുവരെ മനസ്സിലായിട്ടുള്ളത് ധാരാളം പ്രൊമോട്ടർമാരുണ്ട്. അങ്ങ് ഈ പറയുന്നത് പോലെ സീഡ് സെന്ററുകൾ, പ്രൊമോട്ടർമാർ, ഇവരുൾപ്പെടെയാണ് വഞ്ചിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ കഥ. അതുകൊണ്ടാണ് ഒരു പ്രൊമോട്ടർ തന്നെ കൊടുത്ത പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലാലി വിൻസെന്റ് അതിൽ 7ാം പ്രതിയാണെന്ന് നമ്മൾ ഈ ചർച്ച ചെയ്ത ആ കേസ്. അതിൽ ഈ പ്രൊമോട്ടർമാർക്കെതിരെ ഈ പണം കൊടുത്ത ആളുകൾ പരാതി പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നത് അവരും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പരാതിയുമായി വരുന്ന നിങ്ങളില്ലേ, അതേപോലെ തന്നെ ഈ പ്രൊമോട്ടർമാരും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മോഹനെതിരെ, ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് പരാതിക്കാരൻ ഒരു മോഹനാണ്, മോഹനെതിരെ കേസെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങ് പറയുകയാണ് ഈ അക്ഷയ സെന്റർ നടത്തുന്നയാൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നതും സനോജ് ഇതിനെ മനസ്സിലാക്കുന്നതും പരസ്പര വിരുദ്ധമാണ്. അല്ലെ, പോലീസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല വേണു. പോലീസിന്റെ ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു TV ചർച്ചയിൽ ഇരുന്നു കൊണ്ട് അക്ഷയ കേന്ദ്രം വഴിയാണ് തട്ടിപ്പ് നടത്തിയെന്നോ ഇല്ല എന്നും വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയില്ല. അക്ഷയ കേന്ദ്രം നടത്തുന്ന ആൾ ചിലപ്പോൾ ഈ തട്ടിപ്പിന്റെ ഭാഗമായിരിക്കാം, അറിഞ്ഞുകൊണ്ടോ ചിലപ്പോൾ അറിയാതെയോ ഭാഗമായിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട്
അക്ഷയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനത്തിന്റെ പൂർണ്ണമായ ഭാഗമൊന്നുമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഇതിന്റെ ഭാഗമാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ശരി ശരി. അക്ഷയ കേന്ദ്രത്തിലെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടാൽ അവിടെ പോലീസ് പിടിക്കുമെന്ന് പറയുന്ന സനോജിനോടൊരു ചോദ്യം. ഞാൻ ശ്രീമതി ലാലി വിൻസെന്റിനെ വിടുകയാണ്. വിടുകയെന്ന് വെച്ചാൽ ചർച്ചയിൽ നിന്ന് വിടുകയല്ല കേട്ടോ മാഡം, ഒരു വനിതയാണല്ലോ, അതവിടെ നിൽക്കട്ടെ. AN രാധാകൃഷ്ണൻ ഇപ്പോൾ ചെക്കുകൾ അതിദ്രുതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പറയുകയാണ് മാർച്ച് മാസം വരെ കാത്തു നിന്നാൽ വണ്ടി ഇല്ല എങ്കിൽ 13-ാം തീയതിക്കകം ഈ ചെക്ക് മാറുമെന്ന്. ANRനെ തൊടുമോ? ANRുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നേരത്തെയുമുണ്ട്. ഇത്തരം ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ്, അങ്ങേക്ക് അറിയുന്നതാണ്. തൊടുമോ ഇല്ലയോ? തീർച്ചയായിട്ടും അയാളുടെ പേരിൽ പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇടപെടും. എന്താ അല്ല, പരാതിയൊക്കെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചെല്ലാം അല്ലെന്നേ, പരാതിയൊന്നും ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് പോലീസ് സംവിധാനത്തിന്, നിയമ സംവിധാനത്തിന് അതിനകത്ത് ഇടപെടാൻ വേണ്ടി കഴിയുക? തട്ടിപ്പ് നടന്നു എന്നത് സത്യമാണ്. AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ BJPയുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ ജില്ലകളിലും BJPയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഇതിന്റെ നടത്തിപ്പുകാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ BJPയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഉൾപ്പെടെ BJPയുടെ നേതൃത്വം ഒരു സംശയം ചോദിച്ചോട്ടെ. AN രാധാകൃഷ്ണനും ഈ പറയുന്ന അനന്തകൃഷ്ണനും ഒക്കെ കൂടെ ചേർന്ന ഒരുപാട് പോസ്റ്ററുകൾ ഉണ്ടല്ലോ. അതിലൊന്ന് 72ാമത്തെ സംരംഭം എന്നാണ്. അപ്പോൾ അത്രയധികം പരിപാടികൾ നടന്നു. ഈ പറയുന്ന സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന്, ഇപ്പോൾ ജമാൽ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല, വയനാട്ടിൽ നിന്ന്, ചൂരൽമലയിൽ നിന്നാണ് വരുന്നത്. ഒരു മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തട്ടിപ്പിന് തലവെച്ചു കൊടുക്കേണ്ടി വന്ന ഗതികേടിൽ അദ്ദേഹം നിൽക്കുന്നത്. ഇത്തരം ആളുകളിൽ നിന്ന് പകുതി പണം വാങ്ങി ബാക്കി CSR ഫണ്ടിലൂടെ കൊടുക്കുന്ന പരിപാടി ഞാൻ ചോദിക്കുന്നത്, കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പറയുന്ന സ്കൂട്ടറോ ലാപ്ടോപ്പോ AN രാധാകൃഷ്ണൻ വിതരണം ചെയ്തു വന്നിരിക്കട്ടെ. അപ്പോഴും ഇത് തട്ടിപ്പല്ലാതാകുന്നുണ്ടോ? പാവങ്ങളുടെ പകുതി പൈസ പിടിച്ചു വെച്ചുകൊണ്ട് ബാക്കി പൈസ CSRനോട് സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ANRനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? തട്ടിപ്പാണ്, ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്ന, നാട്ടിലെമ്പാടും പ്രചരിപ്പിച്ചെന്താണ്? ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ സ്വാധീനമുണ്ട്, ഞങ്ങളുടെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി, ഞങ്ങൾ വിചാരിച്ചാൽ എത്ര കോടി വേണമെങ്കിലും ഇവിടെ CSR ഫണ്ട് എത്തും. അവിടെ നിങ്ങൾക്കിതാ CSR ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗജന്യ നിരക്കിൽ വണ്ടി തരുന്നു. വണ്ടി മാത്രമാണ് കൊടുത്തത്. ഇവരെന്തൊക്കെ കൊടുത്തു? കഴിഞ്ഞ ഓണത്തിന് 3500 രൂപയുടെ ഓണക്കിറ്റ് കൊടുക്കുകയാണ്. പാവപ്പെട്ട വീട്ടമ്മമാർ 1200 മറ്റോ അടച്ചാൽ മതി. അപ്പോൾ 1200 അടച്ച് 3500 കിറ്റ് വാങ്ങി ഓണസദ്യ ഉണ്ട വീട്ടമ്മമാർക്ക് വലിയ സന്തോഷമായി. കാരണം ഇതാ ചെറിയ പൈസക്ക് സംഗതികൾ കിട്ടുന്നു. അപ്പൊ പിന്നെ ഇവരെ വിശ്വസിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെയാണ് വിശ്വാസ്യത ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവർ നേരത്തെ കുറെ സൗജന്യ നിരക്കിൽ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, വീട്ടുപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാലി വിൻസെന്റ് ഉൾപ്പെടെ. ശ്രീമതി ലാലി വിൻസെന്റ്, എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ, സമയക്കുറവ് കാരണം മാഡം എന്നോട് സഹകരിക്കണം. ജമാൽ എന്നയാൾ ചൂരൽമലയിൽ നിന്ന് അവരുടെ തട്ടിപ്പ് എങ്ങനെയാണ് അവർ വിധേയമായത് എന്ന് പറയുന്നുണ്ട്. അങ്ങയുടെ മനസ്സ് നൊന്തു എന്ന് പറയുന്നുണ്ടല്ലോ. ജമാലിൻ്റെ മകളുടെ മനസ്സും വേദനിക്കുന്നുണ്ട്. എന്താണ് മറുപടി? 60,000 രൂപ അവർക്ക് എങ്ങനെ മടക്കി കിട്ടും? അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 35,000 തയ്യൽ മെഷീനും 45,000 ലാപ്ടോപ്പും 18,000 മോട്ടോർ ബൈക്കും ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ അനന്തകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. എത്രയോ കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളതെന്ന് പോലീസ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പോലീസ് കാണിച്ചു തന്നപ്പോഴാണ് എനിക്കിതിൻ്റെ ഗ്രാഹ്യം മനസ്സിലാകുന്നത്. ഇവരെല്ലാം പണം കൊടുത്തത് NGOസിലോ എവിടെയോ ആണ് എങ്കിലും അവർക്കെല്ലാം ഇതിന് ഉത്തരവാദിത്തമില്ലേ? ഈ പണം തിരിച്ചു കൊടുക്കണ്ടേ? ഈ പണം വാങ്ങി ഇതിൻ്റെ ഫെസിലിറ്റേഷൻ ഫീസും വാങ്ങി അനന്തകൃഷ്ണൻ പ്രൊപ്പറേറ്ററായ കമ്പനിയിൽ അക്കൗണ്ടും ഇട്ട് മിണ്ടാണ്ട് നടന്നാൽ മതിയായി. ഈ പണം വാങ്ങിയവരൊക്കെ അവർ CSR ഫണ്ട് ഉണ്ടാക്കാനോ വേറെ ഏതെങ്കിലും സംഘടനകളിൽ നിന്ന് സംഭാവനകൾ വാങ്ങാനോ എന്തിനെങ്കിലും ഒന്ന് പണിയെടുക്കണ്ടേ? ഇപ്പോഴും അനന്തകൃഷ്ണന് വേണ്ടിയിട്ടാണ് ശ്രീമതി ലാലി വിൻസെന്റ് കക്ഷിയായതുകൊണ്ടാകാം, എല്ലാ ബഹുമാനത്തോടെയും ഞാൻ പറയുകയാണ്, കണ്ണീർ വാർക്കുകയാണ്, വലിയാടായി എന്ന് പറയുകയാണ്. ഇത് മറ്റുള്ളവർ കൂടെ ചേർന്ന് സംഘടിപ്പിച്ചു കൊടുക്കേണ്ടതല്ലേ? ആ പാവം പയ്യനെ പിടിച്ച് അകത്തിടണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാവം പയ്യൻ അകത്ത് കിടന്നാലും പുറത്ത് നിന്നാലും ഒക്കെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തത് തട്ടിപ്പ് തന്നെയല്ലേ? ഡോക്ടർ ജിൻഡോ, ചുരുക്കം വാക്കുകളിൽ.
എന്താ സംശയം വേണം? ഇവിടെ കിറ്റ് കൊടുത്ത ഒരു സർക്കാർ വരും, കിറ്റ് കൊടുത്ത പഞ്ചായത്തുകൾ ജയിക്കും. ഇപ്പൊ 2020 കിഴക്കമ്പലത്ത് ജയിക്കുന്നില്ലേ? ഈ നാട്ടിൽ എന്തും ഇങ്ങനെ കൊടുത്താൽ കിട്ടുക ആളുകളുടെ ഗതികേട് ഒരു ചൂഷണം ചെയ്യല്ലേ? കേരളത്തിലൊരു സർക്കാർ അധികാരത്തിൽ തുടർഭരണം പിന്നെ ഇങ്ങനെ കിറ്റ് കൊടുത്തിട്ടല്ലേ? അപ്പൊ ഈ അനന്തകൃഷ്ണൻ ചെയ്ത ഒരു തട്ടിപ്പാണി, അതിന്റെ ആഗോള തട്ടിപ്പ് നടത്തുന്ന ആളുകൾ കേരളത്തിലുണ്ട്. തട്ടിപ്പല്ല, കിട്ടാതെ വരുമ്പോഴാണ് തട്ടിപ്പായി മാറുന്നത്. ശരി, ഇനി ഇതിപ്പോ ക്രൈംബ്രാഞ്ചിലേക്ക് പോകും. കാരണം 5 കോടിക്ക് മേളിലുള്ള ഏത് തട്ടിപ്പും സ്വാഭാവികമായിട്ടും വിപുലമായ അന്വേഷണത്തിലേക്കാണ് പോകേണ്ടത്. സരോജ സഹകരിക്കണം. ഈ ANRനെ തൊടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനം മാന്തുമോ? അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? ഒരു സാധ്യതയില്ല. ശരി, സരോജ സമയമില്ല. ഒരു സാധ്യതയില്ല. കാരണം ഈ അന്വേഷണമൊക്കെ പോകുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അത് കേസിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേസ് തേച്ചു മാച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാര്യമായിട്ടൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ അനന്തകൃഷ്ണൻ്റെ ഓഫീസിൽ നിന്നുള്ള ഈ രേഖകളെ കൊണ്ടുപോകുന്നത് പോലും തടയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് പോലീസ് അന്വേഷണത്തിന് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ രേഖകൾ പോലും കടത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കോ മുഴുവൻ പ്രതികളെയും പിടിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, എന്ന് മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി കിട്ടിയിരുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആരാണ് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നതൊക്കെ കളം തെളിയുമ്പോഴേ വ്യക്തമാകൂ. ഈ അനന്തകൃഷ്ണന് വേണ്ടിയിട്ടാണോ പോലീസ് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഇനി വഴങ്ങാൻ പോകുന്നത്, അതോ ജമാലിനെ പോലുള്ളവരുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് യഥാർത്ഥ ആവലാതിക്കാരുടെ പ്രശ്നപരിഹാരത്തിനോ?